ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബിരിയാണി അല്ല കേട്ടോ, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ വീഡിയോ മൊത്തമായിട്ട് കാണണം. നല്ല അത്രയ്ക്ക് ടേസ്റ്റുള്ള ബിരിയാണി. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, അത് കൂട്ടി എന്താ പറയുക, വെന്ത് ഇതായി പോകുമൊന്നുമില്ല. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് 3 സവാള, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ മസാല, പിന്നെ ചിക്കൻ നമ്മൾ അരമണിക്കൂർ മുന്നേ നമ്മൾ ഇതൊക്കെ മസാലകളൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രൈ പാനിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണയാണ് എടുത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ 3 സവാളയിൽ അല്പം സവാള ഒരു സവാളേൻ്റെ അടുത്ത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് റൈസിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ സവാള നല്ലവണ്ണം വഴറ്റുക. അതിന് ശേഷം നമ്മളെ ഈ പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതിട്ടിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. നല്ലവണ്ണം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 1.5 ടൊമാറ്റോ അതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി വേവിക്കുക. ഇതപ്പം എല്ലാം നല്ലോണം വെന്ത് ഒരു പാകമായിട്ടുണ്ട്. എല്ലാം ഉടഞ്ഞ് ശരിക്കൊരു പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് മസാലകളിടുക. ഞാനിവിടെ ഇടുന്നത് ഗരം മസാലയും ചിക്കൻ മസാലയും അല്പം മഞ്ഞൾപ്പൊടിയും മാത്രമാണ്. എല്ലാം കുറച്ചിട്ടാൽ മതി, എന്നാലേ നമുക്ക് ആ ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അല്ലാണ്ട് നമ്മൾ കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ടേസ്റ്റ് മാറിപ്പോവും. അതുപോലെ തന്നെ മുളക് പൊടി ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അഥവാ എരിവ് വേണമെങ്കിൽ, ബിരിയാണിയിൽ സ്വതവേ എരിവ് കുറവാണ്, അഥവാ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകോ കുരുമുളകോ കൂട്ടിയിട്ട് നിങ്ങളെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ മസാലയും ഗരം മസാലയും തൈരും വിനീഗറും ഇതിൽ കുഴച്ച് വെച്ച് അരമണിക്കൂർ സോക്ക് ചെയ്ത ചിക്കനാണ് നമ്മളിതിലേക്ക് ഇടുന്നത്. എന്നിട്ട് ഇത് നല്ലോണം അമർത്തി വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അത് സിമ്മിൽ അങ്ങനെ ആദ്യം നമ്മൾ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ സിമ്മിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. കാരണം ഇത് നമ്മൾ ദമ്മിലിടുന്ന സമയത്ത് ചിക്കനും ചൂടുണ്ടായിരിക്കണം, നമ്മളെ റൈസിനും ചൂടുണ്ടായിരിക്കണം. അപ്പോൾ ഞാനിതാ സിമ്മിലിടുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാനിതാ റൈസ് ഉണ്ടാക്കുകയാണ്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കറുവാപ്പട്ട, ഗ്രാമ്പൂ, ജാതിക്ക, നമ്മുടെ മസാലക്കൂട്ടില്ല ബിരിയാണീൻ്റെ, അതെല്ലാം ഇട്ടിട്ട് ജീരകം, പെരുജീരകമൊക്കെ ഇട്ടിട്ട് നല്ലോണം ആ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ കൂടുതൽ ഓയിലൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ, നിങ്ങളെ കാണിക്കുന്ന ഓയിൽ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ നമ്മളെ ബിരിയാണിക്ക് അതിൽ യാതൊരു ടേസ്റ്റ് വ്യത്യാസമില്ലേ. അതിലേക്ക് ഞാനത് സവാളയും ക്യാരറ്റുമാണ് ഇടുന്നത്. ക്യാരറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാനൊരു കളർഫുൾ ആകാൻ വേണ്ടി ഇട്ടതാണ്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടായിരുന്നു, അതും കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/2 പീസ് തക്കാളി ഇട്ടിട്ടുണ്ട്. അത് നല്ലോണം ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ആ റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. റൈസ് അവിടെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ച് പോവില്ല, അലിഞ്ഞൊന്നും പോവില്ല ഇങ്ങനെ റൈസ് വറക്കുന്ന സമയത്ത്. അതിന് ശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കുന്നു. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചരിക്ക് ഇരട്ടിയാണ് എടുക്കേണ്ടത്. ഞാൻ 4 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്, അതിന് 8 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നല്ല തിളയ്ക്കാവുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് നമ്മൾ ചിക്കൻ ഒന്ന് നോക്കണം. ചിക്കനിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളത്തിലേക്ക് ഉപ്പിടാൻ മറക്കരുത്. അതിനുശേഷം നമ്മൾ മൂടി വെച്ച് ഇടയ്ക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്, നമ്മുടെ ചിക്കനും ഓക്കെ ആയിട്ട്. ഇത് ഞാൻ ദമ്മിടുകയാണ്. വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സിമ്മിലാണ് വെച്ചത്, സ്റ്റൗ കത്തുന്നുണ്ട്. അതിലേക്ക് ചിക്കൻ ഇട്ടു, അതിൻ്റെ മുകളിൽ റൈസ് ഇട്ടു, മല്ലിച്ചപ്പിട്ട് മൂടി വെക്കുന്നുണ്ട്. ഒരു തവി കൊണ്ട് മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു 7 മിനിറ്റ് നമ്മളൊന്ന് ദം ചെയ്താൽ മതിയാവും. അപ്പോൾ അത് നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടാലറിയാം, യാതൊരു ഒട്ടിപ്പിടിക്കലുമില്ല, സാധാരണ റൈസ് പോലെ തന്നെ ഉണ്ട്. ചിക്കൻ മസാല ഒക്കെ പക്ക ബിരിയാണി മസാല തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ബൈ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.